തീർത്ഥാടകൻ. വരൂ, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന ആഹ്വാനം സ്വീകരിച്ച് യേശുവിന്റെ ശിഷ്യനായി തീർന്ന ഗലീലിയക്കാരൻ മുക്കുവൻ തോമസ് 3 വർഷം ഊണിലും ഉറക്കത്തിലും ഗുരുവിന്റെ കൂടെ ഉണ്ടായിരുന്ന അരുമ ശിഷ്യൻ. ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട തോമസ് ശ്ലീഹ. ആ തീർത്ഥാടകന്റെ സഞ്ചാരാനുഭവങ്ങൾ കോർത്തിണക്കി ഞങ്ങൾ അവതരിപ്പിക്കുന്നു തീർത്ഥാടകൻ. ഗുരു, ഞാൻ ബഥാനിയയിൽ നിന്ന് വരികയാണ്. മാർത്താ മറിയം സഹോദരിമാരാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അവർ അങ്ങയോട് പറയാൻ പറഞ്ഞ വാക്കുകൾ ഇതാണ്: കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. കർത്താവേ, നമുക്ക് അവിടെ വരെ പോകണ്ടേ? വരട്ടെ. ലാസർ ഗുരുവിന്റെ പ്രിയ സ്നേഹിതനല്ലേ? ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ശിമയോനെ, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നുവല്ലോ. എന്നിട്ടും അങ്ങോട്ട് പോവുകയാണോ? പകലിന് 12 മണിക്കൂറില്ലേ? പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിന്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. കർത്താവേ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാതിരുന്നതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവന്റെ അടുത്തേക്ക് പോകാം. അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. അതാ ഗുരു വരുന്നുണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേക്കുമെന്നും എനിക്കറിയാം. ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറിയം, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു. കർത്താവേ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? കർത്താവേ, ഇതാ വന്നു കാണുക. നോക്കൂ, കർത്താവ് കരയുന്നു. അവൻ എത്രമാത്രം ലാസറിനെ സ്നേഹിച്ചിരുന്നു. അന്ധരുടെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? ആ കല്ലെടുത്ത് മാറ്റുവിൻ. കർത്താവേ, ഇപ്പൊ ദുർഗന്ധം ഉണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്.
വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ആ കല്ലെടുത്ത് മാറ്റൂ. പിതാവേ, അങ്ങ് എന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ലാസറേ, പുറത്തു വരിക. അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. ഈ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചവൻ, ഈ ബ്രഹ്മാണ്ട സീമകളെ നിയന്ത്രിക്കുന്നവൻ, ഈ ഗോളങ്ങളെയും താരാപഥങ്ങളെയും ചക്രവാളങ്ങളെയും സൗരയുദ്ധത്തെയും സൃഷ്ടിച്ച ചരാചര ശില്പി. എന്ത് കാര്യങ്ങളുടെ മേലാണ് അവൻ അധികാരമില്ലാത്തത്? അവൻ അനശ്വരനാണ്, പദപ്രയോഗങ്ങൾക്കതീതനാണ്. മരിച്ചു മരവിച്ച വിഷയങ്ങളുടെ മേലും ദൈവം തമ്പുരാൻ കണ്ണു തുറന്നാൽ അത് ജീവൻ വയ്ക്കും. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. കർത്താവേ, നീ എവിടേക്ക് പോകുന്നു? ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ നിനക്ക് കഴിയുകയില്ല. എന്നാൽ പിന്നീട് നീ അനുഗമിക്കും. കർത്താവേ, ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? നിനക്ക് വേണ്ടി എന്റെ ജീവൻ ഞാൻ ത്യജിക്കും. നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നോ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നതുവരെ കോഴി കൂവുകയില്ല. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അതു മതി. ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഗെത്സമൻ തോട്ടത്തിൽ തീവ്ര പ്രാർത്ഥനയിലായിരുന്ന യേശുവിനെ പ്രധാന പുരോഹിതന്മാരുടെ നിർദ്ദേശപ്രകാരം പടയാളികൾ ബന്ധനസ്ഥനാക്കി. തുടർന്ന് കയ്യപ്പാസിന്റെയും അന്നാസിന്റെയും ഹെറോദ്യസിന്റെയും പീലാത്തോസിന്റെയും മുന്നിൽ നടന്ന വിചാരണകൾ, നിന്ദനത്തിന്റെ ഭീകരമർദ്ദനത്തിന്റെ മണിക്കൂറുകൾ. അവസാനം ആ സമയം വന്നെത്തി. രക്ഷയുടെ സമയം, രക്ഷയുടെ മണിക്കൂർ. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ 3 ആണികളിൽ തൂങ്ങി അവിടുന്ന് മരിച്ചു. എല്ലാം പൂർത്തിയായി.
മൃതദേഹം അരിമത്തിയക്കാരൻ ജോസഫിന്റെ നേതൃത്വത്തിൽ കല്ലറയിൽ സംസ്കരിച്ചു. 3 ദിവസങ്ങൾ കഴിഞ്ഞു. ആഴ്ചയുടെ 1-ാം ദിനം എല്ലാ ബന്ധനങ്ങളെയും തകർത്തെറിഞ്ഞ് യേശു ഉയർത്തെഴുന്നേറ്റു. മഗ്ദലന മറിയത്തിന് അവിടുന്ന് പ്രത്യക്ഷനായി. പക്ഷേ ഭയചകിതരായ ശിഷ്യന്മാർ ഉയിർപ്പിന്റെ സന്തോഷം അനുഭവിക്കാൻ വൈകി. നമ്മളെല്ലാവരും യഹൂദരെ ഭയന്ന് ഈ മാളികയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്നു. തോമസ് ഇക്കൂട്ടത്തിലില്ല. അയാൾ ധൈര്യപൂർവ്വം തെരുവീഥികളിലെങ്ങും ചുറ്റി നടക്കുന്നു. തോമസ് അങ്ങനെയാണ്. അയാൾ വലിയ ധൈര്യശാലിയാണ്. നിങ്ങൾക്ക് സമാധാനം. ഗുരു, ഞങ്ങളുടെ കർത്താവേ, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. തോമസ്, നീ എവിടെയായിരുന്നു? ഒളിച്ചിരിക്കുന്നതൊക്കെ എനിക്ക് അസാധ്യമാണ്. അതുകൊണ്ട് ഞാൻ പുറത്തു പോയിരുന്നു. ഞങ്ങൾ കർത്താവിനെ കണ്ടു. കർത്താവിനെ കണ്ടെന്നോ? അതെ, ഗുരു ഇവിടെ വന്നിരുന്നു. തികഞ്ഞ അസംബന്ധം. അതെല്ലാം ഭീരുക്കളുടെ പകൽക്കിനാവുകളാണ്. ഞാനിത് വിശ്വസിക്കുകയില്ല. ഞാനിത് വിശ്വസിക്കാം. എങ്ങനെയെന്നോ, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലുകൾ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. നിങ്ങൾക്ക് സമാധാനം. തോമസേ, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. എന്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എത്ര നാൾ നമ്മൾ ഇങ്ങനെ വിഷമിച്ചു കഴിയും? ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. ഒരു മീൻ പോലും കിട്ടിയില്ല. കടലിൽ മീനില്ലയോ? കുഞ്ഞുങ്ങളെ,
നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല. വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഈ വല നിറയെ മീനാണല്ലോ. വലിച്ചു കയറ്റുന്നത് സൂക്ഷിച്ചു വേണം, വല കീറിപ്പോകും. അത് കർത്താവാണ്. നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ ഇങ്ങ് കൊണ്ടുവരുവിൻ. വന്ന് പ്രാതൽ കഴിക്കുവിൻ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. പ്രേക്ഷിത വേലകൾക്കായി അപ്പോസ്തലന്മാർ ഓരോ രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ തോമസ് ലീഹ പാർത്തിയ, മീദിയ, പേർഷ്യ, കാരമാനിയ, ഹൈറേമിയ, ബാക്ട്രിയ, മാജിയ എന്നിവിടങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം ഭാരതത്തിലേക്ക് വന്നു. ക്രിസ്താബ്ദം 52 അവിടുന്ന് കൊടുങ്ങല്ലൂരിൽ വന്നു ചേർന്നു. നേരത്തെ മലയാളത്തിലെത്തിയ യഹൂദന്മാരുടെ ഒരു കോളനി കൊടുങ്ങല്ലൂരിൽ ഉണ്ടായിരുന്നു. ഞാൻ ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരിൽ ഒരാൾ, ദീദിമോസ് തോമസ്. പ്രപഞ്ചത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രചരിപ്പിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പ്രകാശത്തിന്റെ വഴി ഏതെന്ന് നിങ്ങൾ അറിയണം. അത് അറിയിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. യേശു സ്നേഹം എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നു. അവിടുത്തെ ജീവിതത്തിലൂടെ അത് ഞങ്ങൾക്ക് കാട്ടിത്തന്നു. അതിനാൽ സ്നേഹം എന്താണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാം. യേശു കരുണാമയനാണ്. നിങ്ങളും കരുണാമയരാകേണ്ടതിലേക്കാണ് ഞാൻ വന്നത്. അവൻ പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവാഹകനായിരുന്നു. നിങ്ങളും അതുപോലെ ആകേണ്ടതിലേക്കാണ് ഞാൻ വന്നത്. അവൻ നിന്ദിക്കപ്പെടുന്നവരുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും മാലംബഹീനരുടെയും കൂടെയായിരുന്നു. ഇവിടെ നിങ്ങൾ നിന്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും മാലംബഹീനരായി ജീവിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും യേശുവിലേക്കുള്ള പാത കാട്ടിത്തരാനാണ് ഞാൻ വന്നത്. വിശുദ്ധിയിലേക്കുള്ള വഴി, പരസ്പരം സ്നേഹിച്ചു ജീവിക്കാനുള്ള വഴി, മനുഷ്യ നന്മയുടെ വഴി, അങ്ങനെ നിത്യജീവനിലേക്കുള്ള വഴി. അതിന് യേശുവിനെ സ്വീകരിക്കണം.
പാലയൂർ ഗ്രാമം. അങ്ങനെയല്ലേ ഈ സ്ഥലത്തിന്റെ പേര്? അതെ ഇല്ലക്കാരുടെ വകയല്ലേ ആ ക്ഷേത്രം? അതെ അതെ. നാം ഈ ക്ഷേത്രക്കുളത്തിൽ ഒരു തർപ്പണം നടത്താൻ പോകുന്നു. അതെ അവിടെ അവിവേകം ഒന്നും ചെയ്യരുത്. ക്ഷേത്രം സവർണ ഹിന്ദുക്കളായ ബ്രാഹ്മണരുടേതാണ്. അവർ അങ്ങേ വെറുതെ വിടില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നാം ദൈവപുത്രനായ യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനാണ്. ദാ കണ്ടോളൂ. എന്നെയല്ല, പിതാവിനോട് പ്രാർത്ഥിക്കണം. പാലയൂരിലെ ക്ഷേത്രക്കുളത്തിൽ തോമസ് ലീഹ നടത്തിയ അത്ഭുത തർപ്പണം കണ്ട നമ്പൂതിരിമാർ, കള്ളിയില്ലം, കാളികാവില്ലം, ശങ്കരപുരി ഇല്ലം, പകലോമറ്റമില്ലം എന്നീ പ്രസിദ്ധ ഇല്ലങ്ങളിലെ നമ്പൂതിരിമാർ, ക്ഷേത്രത്തിലെ കാര്യവിചാരിപ്പുകാർ, പൂജാരിമാർ, അവരെല്ലാവരും അത്ഭുതത്തോടെ ആരാധനയോടെ തോമസ് ലീഹയെ വരവേൽക്കാൻ കാത്തുനിന്നു. എന്താ ഒരു കഥ? അങ്ങടെ സ്തബ്ധനായി നിന്നുപോയി. അദ്ദേഹം കാട്ടുന്ന ഓരോരോ അത്ഭുതങ്ങളെ. മണ്ണിൽ വന്നു പിറന്ന ദൈവപുത്രന്റെ കൂടെ കാലങ്ങളോളം നടന്ന ശിഷ്യനല്ലേ? ദൈവത്തിന്റെ വരദാനം ഉണ്ടെങ്കിലും അവിടെ നിന്ന് കിട്ടാണ്ടിരിക്കോ? സംശയമില്ല, ഒക്കെ ദൈവത്തിന്റെ കളി തന്നെ. മനുഷ്യന്റെ കൂടെ നടന്ന ദൈവമല്ലേ യേശു? മനുഷ്യരുടെ സങ്കടങ്ങൾ നേരിൽ കണ്ട ഒരേ ഒരു ദൈവം. തർക്കമില്ല, ഇന്നു മുതൽ നോം നാരായണൻ അങ്ങോട്ട് വിടുക. നോമും വിടുക. ചാൽ നിന്നിക്കൊന്നല്ല കേട്ടോ. നോന്റെ പാപങ്ങളെല്ലാം സ്വയം അങ്ങോട്ട് വഹിച്ച് ആ മരക്കുരിശിൽ കിടന്ന് രുദ്രത്തിൽ മുങ്ങിപ്പിടയുക. ഹോ ദൈവമേ, ഭാവിയായ മനുഷ്യൻ. ആ തോമാസ് ലീഹ അവിടെ നിന്റെ ഒരു പ്രസംഗം ആകാശത്ത് നിങ്ങട് അനന്തമായ ദൈവകൃപ ഒഴുകി വരുന്നത് പോലെ. ആ പ്രസംഗം അങ്ങോട്ട് കേട്ട് നിന്നപ്പോ മനസ്സിന് എന്താ ഒരു കുളിര്, ഭക്തി. ചാൽ വർണ്ണനാതീതാണേ. ഈ മലയാള മണ്ണിലേക്ക് സാക്ഷാൽ ദൈവം അയച്ചതാ അവിടുന്ന്, സംശയമില്ല. എന്തായാലും നോമൊന്ന് അങ്ങോട്ട് നിശ്ചയിച്ചു. ഇന്നു മുതലേ യേശുദേവൻ തന്നെ നോന്റെ ദൈവം. അതിപ്പോ ഈ നിക്കണ നമ്മളെല്ലാരും കൂടെ യോഗം കൂടി നിശ്ചയിച്ചിരിക്കുന്ന സംഗതിയല്ലേ? അതിനൊരു മാറ്റം ഇല്ലല്ലോ. ഒരു മാറ്റമില്ല. അദ്ദേഹം ഇങ്ങോട്ട് വന്ന് ഒരു ജ്ഞാനസ്നാനം നമുക്ക് അങ്ങോട്ട് തരും. അതോടെ നാം ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന അർത്ഥത്തിൽ ക്രിസ്ത്യാനികളായി മാറും. ചൽ അതൊരു മതല്ലേ? മതം എന്ന് വെച്ചാ അഭിപ്രായം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ക്രിസ്തുവിന്റെ അഭിപ്രായം അനുസരിച്ചാ ഇന്നു മുതൽ നോം അങ്ങോട്ട് ജീവിക്കാൻ പോണേ. മനസ്സിലായോ? അപ്പോ നാം എല്ലാവരും ക്രിസ്ത്യാനികൾ. ദൈവം മഹത്വവാനാണ്. അവൻ മഹത്തായി സ്തുതിക്കപ്പെടേണ്ടവനാണ്. ദൈവം ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിലേക്ക് നിങ്ങളെ സ്നാനം ചെയ്യിപ്പിക്കാനാണ് ദൈവം എന്നെ നിയോഗിച്ചത്. ദൈവം എന്ന വെളിച്ചത്തിലേക്ക്, അനന്തമായ അറിവിലേക്ക്, ആ അനശ്വര സ്നേഹത്തിലേക്ക് വന്നെത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആഗ്രഹമുണ്ട്. ഞങ്ങൾ യേശുവിന്റെ വഴിയെ നടക്കാൻ ആഗ്രഹിക്കണു. അതിനുള്ള മാർഗം ഉണ്ടാക്കി തരണമെന്ന് അങ്ങോട്ട് അപേക്ഷിക്കാം. യേശു ഒരു മാർഗമാണ്. നീതിയുടെയും നന്മയുടെയും കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും മാർഗം. ആ മാർഗം രക്ഷയുടേതു മാത്രമാണ്. യേശു മാനവരാശിക്ക് വേണ്ടി നൽകിയ രക്ഷാചിഹ്നമാണ് കുരിശ്. നാം നമ്മുടെ നെഞ്ചിലും നെറ്റിയിലും കുരിശു വരയ്ക്കണം.
ഇപ്പോൾ നാം നമ്മുടെ ബൗദ്ധ്യമണ്ഡലത്തിലും വൈകാരിക മണ്ഡലത്തിലും യേശുവിനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. യേശു എന്ന രക്ഷകനെ നമ്മുടെ കർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞു. അവനെ നാം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവൻ്റെ കൽപ്പനകൾ കൂടി നാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അവൻ്റെ കൽപ്പനകളെല്ലാം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നന്മയും സ്നേഹവും കാരുണ്യവും പ്രത്യാശയും അതുവഴി സമാധാനവും, അതാണ് അവൻ്റെ മാർഗം. അങ്ങനെ കേരളത്തിൽ ക്രിസ്തീയ മതമുണ്ടായി. നിരണം പാലയൂ നിലയ്ക്കൽ കോട്ടക്കാവ് കൊക്കമംഗലം കൊല്ലം മലങ്കരയും 7 പള്ളികളെ നിരണം പാലയൂ നിലയ്ക്കൽ കോട്ടക്കാവ് കൊക്കമംഗലം കൊല്ലം മലങ്കരയും 7 പള്ളികളെ. ദൈവമഹത്വം വാഴ്ത്തി സ്തുതിപ്പാൻ നേർവഴികളിൽ നയിക്കപ്പെടാൻ. ദൈവമഹത്വം വാഴ്ത്തി സ്തുതിപ്പാൻ നേർവഴികളിൽ നയിക്കപ്പെടാൻ വേണം ആലയങ്ങൾ നാടിൻ 4 പുറവും ഏകാന്ത ഭജനത്തിനും കൂട്ടപ്രാർത്ഥനകൾ പങ്കുചേരാനും കുർബാനകൾ കൈക്കൊണ്ടിടാനും. കേരളത്തിൽ നിന്ന് ശ്ലീഹ ചോഴമണ്ഡലത്തിലെത്തി. മൈലാപ്പൂരിലെ രാജാവ് രാജസേനനും സഹോദരനും ക്രിസ്തുമതം സ്വീകരിച്ചു. ചന്ദ്രപുരി എന്ന സ്ഥലത്തെ പത്രോസ്, പൗലോസ് എന്നിവരിൽ പൗലോസിനെ വൈദിക മേലധ്യക്ഷനാക്കി. ഇതിനുശേഷം കേരളത്തിലേക്ക് മടങ്ങി മലയാറ്റൂരിൽ പ്രാർത്ഥിച്ചതായി പറയപ്പെടുന്നു. ഒടുവിൽ അവിടുന്ന് മൈലാപ്പൂരിലെത്തി. ഇയാളെ ഇനി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വാഴിക്കാൻ ഒക്കില്ല. ഭാരതത്തിലുള്ള മുഴുവൻ പേരെയും ഇയാൾ മതം മാറ്റി ക്രിസ്ത്യാനികളാക്കും. ഭാവിയിൽ നമുക്ക് ഈശ്വരനെ പൂജിക്കാനും അതുവഴി ജീവിക്കാനും ഒറ്റ അമ്പലം പോലും ഈ നാട്ടിൽ കാണില്ല. അതെല്ലാം ഈ ശ്ലീഹ പള്ളിയാക്കും. നിശ്ചയമായും അങ്ങനെ തന്നെ സംഭവിക്കും. ഭാരതത്തിൽ ഹിന്ദുക്കളെ ഉണ്ടാകില്ല. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, മൈലാപ്പൂർ രാജാവ് രാജസേനനും അയാളുടെ സഹോദരനും ക്രിസ്തുമതം സ്വീകരിച്ചു. അതുവഴി കൊട്ടാരം മുഴുവൻ ഇനി ക്രിസ്ത്യാനികളാവും. രാജാവ് പ്രജകളെല്ലാം പിടിച്ച് ക്രിസ്ത്യാനികളാക്കും. ഇയാൾ ഇനി ഈ നാട്ടിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. അതെ, അത് ഈ നാടിന് ആപത്താണ്. ഭീഷണിപ്പെടുത്തി ഓടിക്കാം. കപ്പൽ കയറി പൊയ്ക്കൊള്ളും. ഏയ്, ഭീഷണിപ്പെടുത്തിയാൽ ഓടിപ്പോകാൻ അയാൾ ഭീരുവൊന്നുമല്ല. അതൊന്നും രക്ഷയില്ല. പിന്നെ എന്ത് ചെയ്യണമെന്നാ? നമ്മൾ ഭാരതത്തിലെ പുരാതന വൈദികരാണ്. നമുക്ക് ഈശ്വരൻ മേലുള്ള ആധിപത്യമാണ് ഈ ഒറ്റ മനുഷ്യൻ മൂലം ഇല്ലാതാകുന്നത്. അതുകൊണ്ട് നാഥ, ദൈവമേ, നീ ഞങ്ങൾക്ക് സമാധാനം നൽകിയാലും എന്തെന്നാൽ എല്ലാം ഞങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ട്. വിശ്രമമെന്ന സമാധാനം, വിശുദ്ധ ദിനത്തിലെ സമാധാനം, അസ്തമയമില്ലാത്ത സമാധാനം എല്ലാം ഞങ്ങൾക്ക് നീ നൽകിയിരിക്കുന്നു. അത്യുത്തമങ്ങളായ വസ്തുക്കളുടെ
അതിസുന്ദരമായ ഈ സംവിധാനം ഇത് കടന്നു പോകും. ഇവയ്ക്കെല്ലാം സത്യമായും ഒരു പ്രഭാതമുണ്ട്, അതുപോലെ ഒരു സായാഹ്നവും. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഈശോതൻ തിരുമുറിവിൽ നിന്നും ദൃഢവിശ്വാസം നേടിയ താതാ തോമാശ്ലീഹ, ശ്രേഷ്ഠ പിതാവേ, തോമാശ്ലീഹ ശ്രേഷ്ഠ പിതാവേ, വണങ്ങിടുന്നു തൃപ്പാദം, നമിച്ചിടുന്നു തവ പാദം. വചനം തേടും ഞങ്ങളെ യേശുവിൻ സാക്ഷികളാക്കൂ പുണ്യാത്മാ, വചനം തേടും ഞങ്ങളെ യേശുവിൻ സാക്ഷികളാക്കൂ പുണ്യാത്മാ.